നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷനും തൊടുപുഴ നഗരസഭയും DTPCയും സംയുക്തമായി സംഘടിപ്പിച്ച ഓണാഘോഷം സമാപിച്ചു. PJ ജോസഫ് MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴയുടെ വീഥികളിലൂടെ ക്രെയിൻ, ടോറസ്, JCB തുടങ്ങിയ വാഹനങ്ങൾ നിയമം ലംഘിച്ച് അമിത വേഗത്തിൽ പോകുന്നത് കാൽനട യാത്രക്കാർ ഉൾപ്പെടെയുള്ളവരുടെ ജീവന് ഭീഷണിയാകുന്നതായി പരാതി. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരളയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 14 ബഹുജന സംഗമം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതിൽ ക്രമക്കേട് ആരോപിച്ച് CPM വണ്ണപ്പുറം പഞ്ചായത്തിലേക്ക് ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. നെടുങ്കണ്ടം പഞ്ചായത്ത് സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിൽ ആർമി റിക്രൂട്ട്മെന്റ് റാലി ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷനും തൊടുപുഴ നഗരസഭയും DTPCയും സംയുക്തമായി സംഘടിപ്പിച്ച ഓണാഘോഷം സമാപിച്ചു. PJ ജോസഫ് MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ K. ദീപക് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി മുഖ്യ പ്രഭാഷണം നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ ഓണ സന്ദേശം നൽകി. പൊതുയോഗത്തിന് ശേഷം ഗാനമേളയും ഉണ്ടായിരുന്നു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷനും തൊടുപുഴ നഗരസഭയും DTPCയും സംയുക്തമായി നടത്തിയ ഓണാഘോഷത്തിന് സമാപനമായി. PJ ജോസഫ് MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മലയാളം എവിടെയുണ്ടോ അവിടെയെല്ലാം സംഘടിച്ച് പരിപാടികൾ നടക്കുന്നു. മലയാളികൾക്ക് കഴിഞ്ഞ ഏറ്റവും ശോഭനമായ ഒരു ഭൂതകാലത്തെ അനുസരിച്ച് നടക്കുന്ന പരിപാടിയാണ്. എല്ലാവരും ഒത്തുചേർന്ന് നടത്തുന്ന പരിപാടി തീർച്ചയായിട്ടും ഒരു പ്രത്യേകതയുള്ള ഒരു അഭിമാനമാണ്. കാണാൻ ഓണമെന്നുള്ള അച്ഛൻ്റെ മുറിപ്പിച്ചുകൊണ്ട് ആഘോഷം നടത്തുന്ന ഈ അവസരം പരിപാടിയുടെ ഭാഗങ്ങളും നേരുന്നു. നഗരസഭാ ചെയർമാൻ K. ദീപക് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി മുഖ്യ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ ശതാഭിഷേക നിറവിലെത്തി നിൽക്കുന്ന തൊടുപുഴ MLA PJ ജോസഫിന് വ്യാപാര സമൂഹത്തിന്റെ ആദരവ് നൽകി. കൂടാതെ പ്രവാസി വ്യവസായിയും സെബാനോ റോയൽ ഗ്രൂപ്പിന്റെ MDയുമായ സെബാനോ സെബാസ്റ്റ്യനെയും കേരളത്തിലെ ഏറ്റവും മികച്ച റെസ്റ്റോറന്റിനുള്ള അവാർഡ് നേടിയ മലബാർ ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ ലത്തീഫ് K, 30 വർഷമായി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ജയ്ഹിന്ദ് ലൈബ്രറിയുടെ പ്രസിഡന്റ് KC സുരേന്ദ്രൻ എന്നിവരെയും ആദരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ ഓണ സന്ദേശം നൽകി. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ, CK നവാസ്, R. രമേശ്, പ്രസന്നകുമാർ, അനിൽ പീടികപ്പറമ്പിൽ, സാലിയസ് മുഹമ്മദ്, നാസർ സൈര, ഷെരീഫ് സർഗം, ജോസ് തോമസ്, ഷിയാസ്, ലിജോൺസ് ഹിന്ദുസ്ഥാൻ, KP ശിവദാസ്, ജഗൻ ജോർജ്, പ്രശാന്ത് കുട്ടപ്പാസ്, ജോർജ് കുട്ടി ജോസ്, ആന്റണി കണ്ടിരിക്കൽ, MN ബാബു, KK തോമസ്, NB ചാക്കോ, CK അബ്ദുൾ ഷെരീഫ്, ജോസ് വഴുതനപ്പിള്ളി, വിനോദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് ആലപ്പുഴ ബ്ലൂ ഡയമണ്ട്സിന്റെ ഗാനമേളയും ഉണ്ടായിരുന്നു.
ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴയുടെ വീതികളിലൂടെ ക്രെയിൻ, ടോറസ്, JCB തുടങ്ങിയ വാഹനങ്ങൾ നിയമം ലംഘിച്ച് അമിത വേഗത്തിൽ പോകുന്നത് കാൽനട യാത്രക്കാർ ഉൾപ്പെടെയുള്ളവരുടെ ജീവന് ഭീഷണിയാകുന്നതായി പരാതി. ഏറ്റവും ഒടുവിൽ തൊടുപുഴ വെങ്ങല്ലൂർ മങ്ങാട്ടുകവല റോഡിൽ ബജാജ് ഷോറൂമിന് സമീപം ക്രെയിൻ തട്ടി കാൽനട യാത്രക്കാരന്റെ ജീവൻ നഷ്ടമായി. വെങ്ങല്ലൂർ ഗുരുനഗറിൽ താമസിക്കുന്ന കണ്ണൻ എന്ന് വിളിക്കുന്ന ഉണ്ണികൃഷ്ണനാണ് അപകടത്തിൽ മരിച്ചത്. തൊടുപുഴയുടെ വീതികളിലൂടെ ക്രെയിൻ, ടോറസ്, JCB തുടങ്ങിയ വാഹനങ്ങൾ നിയമം ലംഘിച്ച് അമിത വേഗത്തിൽ പോകുന്നത് കാൽനട യാത്രക്കാർ ഉൾപ്പെടെയുള്ളവരുടെ ജീവന് ഭീഷണിയാകുന്നതായി പരാതി. ഏറ്റവും ഒടുവിൽ തൊടുപുഴ വെങ്ങല്ലൂർ മങ്ങാട്ടുകവല റോഡിൽ ബജാജ് ഷോറൂമിന് സമീപം ക്രെയിൻ തട്ടി കാൽനട യാത്രക്കാരന്റെ ജീവൻ നഷ്ടമായി. വെങ്ങല്ലൂർ ഗുരുനഗറിൽ താമസിക്കുന്ന കണ്ണൻ എന്ന് വിളിക്കുന്ന ഉണ്ണികൃഷ്ണനാണ് അപകടത്തിൽ മരിച്ചത്. റോഡരികിലൂടെ നടന്നു പോകുമ്പോൾ പിന്നിൽ നിന്നും വന്ന ക്രെയിൻ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഉണ്ണികൃഷ്ണന്റെ സംസ്കാരം തൊടുപുഴ ശാന്തി തീരത്ത് നടന്നു. വേങ്ങത്താനം കുടുംബാംഗമായ മഞ്ജുവാണ് ഭാര്യ. നന്ദു ഏക മകനാണ്. അപകടങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നുണ്ടെങ്കിലും പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. ഞാൻ നഗരസഭയുടെ 4ാം വാർഡിലെ കൗൺസിലറാണ്. എൻ്റെ വാർഡിൽ തന്നെ ഒരു നിർധന കുടുംബത്തിലെ ഒരംഗമാണ് കഴിഞ്ഞ ദിവസം ക്രെയിൻ തട്ടി ഇന്നലെ വൈകുന്നേരം ഒരു 3:30 മരണപ്പെടുകയുണ്ടായത്. ഇതിൽ ബൈപ്പാസിൽ തന്നെ ഇപ്പോൾ എനിക്ക് എൻ്റെ അറിവിൽ തന്നെ ഒരു 2 അപകടങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഇപ്പം നിലവിൽ കുഴി അടച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ആ ഒരു കുഴി അടയ്ക്കുന്നത് പോലും ഒരു ടെക്നിക്കലി നല്ലൊരു രീതിയിലാണെന്ന് തോന്നണില്ല. അത് തന്നെ ഒരു വലിയ പോരായ്മയാണ്. നമുക്ക് ഇന്നലെ ക്രെയിൻ തട്ടിയാണ് മരിച്ചിരിക്കുന്നത്. അത് ആള് നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യന്റെ ബാക്കിൽ വന്നിട്ടാണ് ക്രെയിൻ തട്ടിയിരിക്കുന്നത്. അത് ക്രെയിൻ എന്ന് പറയുന്നത് അത്ര വേഗത്തിൽ പോകുന്ന ഒരു വേഗത്തിൽ പോകാതെ കൂടിയായിട്ടും കൂടെ നമുക്ക് ഇങ്ങനെ ഒരു മരണം നമുക്ക് കാണേണ്ടി വന്നത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. സ്പീഡ് കൂടുതലുണ്ട്. കൂടുതൽ അധികാരികൾ കൂടുതൽ ശ്രദ്ധ ആ ഒരു മേഖലയിലേക്ക് ശ്രദ്ധിക്കണം എന്ന് മാത്രം പറയുന്നു. ഉദ്യോഗസ്ഥ ഭരണതലത്തിൽ പിടിപാടുള്ളവരാണ് ഇത്തരം വാഹനങ്ങളുടെ ഉടമകളിൽ ഭൂരിഭാഗവും. ക്രെയിൻ ഓടിക്കുന്നതിന് ലൈസൻസ് ഇല്ലാത്തവരാണ് ഇവ ഓടിക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. ഇതര വാഹനങ്ങൾക്ക് അപകടം സംഭവിക്കാവുന്ന രീതിയിലുള്ള യന്ത്ര സംവിധാനങ്ങളുമായി പോകുന്ന ഇത്തരം വാഹനങ്ങൾ ഓടിക്കുന്നവർ മൊബൈൽ ഫോണിൽ സംസാരിച്ചു പോകുന്ന കാഴ്ചയും പതിവാണ്. ഇത്തരം വാഹനങ്ങൾ ആദ്യകാലത്ത് റോഡിലൂടെ ഓടിച്ചുകൊണ്ടു പോകുവാൻ അനുവാദമില്ലായിരുന്നു. പിന്നീട് ഇത്തരം വാഹനങ്ങൾക്ക് റോഡ് ടാക്സ് ഏർപ്പെടുത്തി ഇവർക്ക് അനസ്യൂതം സഞ്ചരിക്കുവാൻ അധികൃതർ സൗകര്യമൊരുക്കുകയായിരുന്നു. ഇതെല്ലാം വികസനത്തിന്റെ പേര് പറഞ്ഞായിരുന്നു. തൊടുപുഴ മേഖലയിലെ ആദ്യ JCB അപകടം 25 വർഷം മുൻപ് വാഴക്കുളത്തിന് സമീപമാണ് ഉണ്ടായത്. പോസ്റ്റൽ ജീവനക്കാരനായ ചെറുപറമ്പിൽ ജോൺ ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ JCB ഇടിച്ച് മരണം സംഭവിക്കുകയായിരുന്നു. തുടർന്ന് നിരവധി അപകടങ്ങളും മരണങ്ങളും ഉണ്ടായെങ്കിലും ഇത്തരം വാഹനങ്ങളെ തിരക്കേറിയ നിരക്കുകളിൽ നിയന്ത്രിക്കുന്നതിന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. അശ്രദ്ധമായി ഇത്തരം വാഹനങ്ങൾ ഓടിച്ച് അപകടം ഉണ്ടാക്കുമ്പോഴും മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ചുമത്തി ഇവരെ രക്ഷിക്കുന്ന നിയമ സംവിധാനങ്ങളാണ് നാട്ടിലുള്ളത്. ഇക്കാര്യത്തിൽ അധികൃതർ പുനർവിചിന്തനം നടത്തണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരളയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി സെപ്റ്റംബർ 14 വൈകിട്ട് 5 മണിക്ക് തൊടുപുഴ ഉത്രം റീജൻസിയിൽ വെച്ച് ബഹുജന സംഗമം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ പ്രമുഖ പണ്ഡിതന്മാരും സാമൂഹിക നിരീക്ഷകരും ബഹുജന സംഗമത്തിൽ പങ്കെടുക്കും.
മുഹമ്മദ് നബി നീതിയുടെ സാക്ഷ്യം എന്ന തലക്കെട്ടിൽ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരളയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി സെപ്റ്റംബർ 14 വൈകിട്ട് 5 മണി മുതൽ തൊടുപുഴ ഉത്രം റീജൻസിയിൽ ബഹുജന സംഗമം സംഘടിപ്പിക്കും. മുഹമ്മദുൻ റസൂലുള്ള നുബുവത്തിന്റെ വെളിച്ചവും ഉത്തമ സമൂഹവും എന്ന തലക്കെട്ടിലാണ് സംഗമം സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ പ്രമുഖ പണ്ഡിതന്മാരും സാമൂഹിക നിരീക്ഷകരും പങ്കെടുക്കും. ആ പ്രവാചകന്റെ വ്യക്തി ജീവിതത്തെയും ആ പ്രവാചകനിലൂടെ പൂർത്തീകരിക്കപ്പെട്ട് സമർപ്പിച്ച ആശയത്തെയും അഥവാ ഇസ്ലാം എന്ന ഒരു മഹത്തായ ആശയത്തെയും കുറച്ചുകൂടി അതിൽ വെളിച്ചത്ത് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരം ഒരു ക്യാമ്പയിൻ നടത്തുമ്പോൾ ജമാഅത്ത് ഇസ്ലാമി ഉദ്ദേശിക്കുന്നത്. ഈ ക്യാമ്പയിന്റെ ഭാഗമായി കേരളത്തിൽ 3 പരിപാടികളാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ കേരള ഘടകം നേരിട്ട് നടത്തുന്ന 3 പ്രോഗ്രാമുകളാണ് ഉള്ളത്. ക്യാമ്പയിൻ ഉദ്ഘാടനം എന്ന് പറയാവുന്ന സ്റ്റേറ്റ് തലത്തിലുള്ള ഒരു വലിയ പരിപാടിയാണ് നമ്മുടെ ഇടുക്കി ജില്ല ആതിഥ്യം നൽകുന്നത്. ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിലാണ് ഈ പരിപാടി നടക്കുന്നത് എന്നതോടൊപ്പം തന്നെ അത് സംസ്ഥാനതല പരിപാടിയാണ് എന്ന ഒരു അടിവര കൂടി അല്ലെങ്കിൽ അത്തരം ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ പ്രത്യേകം ഉണർത്തുകയാണ്. ആ നിലക്കുള്ള ഒരു പ്രാധാന്യവും ആ നിലക്കുള്ള ഒരു പിന്തുണയും നിങ്ങളുടെ ഭാഗത്ത് തീർച്ചയായും ഞങ്ങൾ അർഹിക്കുന്നു. ഈ പരിപാടിയിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ കേരള അമീർ പി മുജീബുർ റഹ്മാൻ സാഹിബ്, അതേപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂര്, മറ്റൊരു സംസ്ഥാന സെക്രട്ടറി കൂടിയായ പി റുക്സാന, ജമാഅത്ത് ഇസ്ലാമിയുടെ ഉത്തരവാദപ്പെട്ട ഈ നേതൃത്വത്തോടൊപ്പം തന്നെ ഈ സമൂഹത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ചില പ്രഭാഷകരും പണ്ഡിതന്മാരും നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അബൂബക്കർ ഫാറൂഖി, ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ഇടുക്കി ജില്ലാ സെക്രട്ടറി അബ്ദുൾ കരീം, ബഹുജന സംഗമം ജനറൽ കൺവീനർ ഡോക്ടർ ഹസൻ, സുബൈർ ഹമീദ്, ഇബ്രാഹിം ഹുസൈൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതിൽ ക്രമക്കേട് ആരോപിച്ച് CPM വണ്ണപ്പുറം പഞ്ചായത്തിലേക്ക് ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. വോട്ടർ പട്ടികയിൽ ക്രമക്കേട്. CPIM പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. കരിമണ്ണൂർ വണ്ണപ്പുറം പഞ്ചായത്തിൽ പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ UDF ഭരണസമിതിയും പഞ്ചായത്ത് സെക്രട്ടറിയും ചേർന്ന് വ്യാപകമായി കള്ളവോട്ടുകൾ ചേർത്തതിൽ പ്രതിഷേധിച്ച് CPIM വണ്ണപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളിത് സമരം എന്ന് പറയുന്നത് നാട്ടിലെ ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വിനോദം സൂചിപ്പിച്ചല്ലോ, പേരെടുത്ത് ഞങ്ങൾക്ക് പറയാൻ കഴിയും. ഞങ്ങൾ വെറുതെ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഇവിടെ സഖാക്കളെ കൂട്ടി ഇവിടെ വന്നിരുന്ന് പഞ്ചായത്ത് സെക്രട്ടറിയെ ചീത്ത വിളിച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ട് വന്നതല്ല. പക്ഷേ പഞ്ചായത്ത് സെക്രട്ടറി ഈ മാതിരി ചീത്തല്ല, ഇച്ചിരികളെ കൂടി ചീത്തയ്ക്ക് അർഹനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം അടിമാലിയിലെ 16-ാം വാർഡിൽ ബൂത്ത് നമ്പർ 1 താമസിക്കുന്ന ആളെ ഇവിടുത്തെ പഞ്ചായത്തിൽ വോട്ടറാക്കി മാറ്റി. ഈ തെരഞ്ഞെടുപ്പിലാണ്. മുമ്പുണ്ടായിരുന്നു ഞങ്ങൾക്ക് ആക്ഷേപമില്ല. അടിമാലിയിൽ ഈ തവണ കൂട്ടിച്ചേർത്താണ് ഞങ്ങൾക്ക് ആക്ഷേപമില്ല. 6 വർഷം മുമ്പ് കാളിയാറ്റിൽ നിന്ന് കല്യാണം കഴിപ്പിച്ച് അടിമാലിക്ക് വിട്ട ആള് അടിമാലി പഞ്ചായത്തിലെ 16-ാം നമ്പർ വാർഡിൽ ബൂത്ത് നമ്പർ 1 1485-ാം നമ്പർ വോട്ടറായി നിൽക്കുന്ന അതേ ആളെ വണ്ണപ്പുറം പഞ്ചായത്തിലെ ഈ തവണത്തെ ഇതിൽ വോട്ട് ചേർത്തു എന്ന് പറയുന്നത് കൃത്രിമമല്ലേ? CPIM വണ്ണപ്പുറം പഞ്ചായത്ത് സെക്രട്ടറി KG വിനോദ് അധ്യക്ഷനായി. കരിമണ്ണൂർ ഏരിയ സെക്രട്ടറി PP സുമേഷ്, കാളിയാർ മുള്ളരിങ്ങാട് വണ്ണപ്പുറം ലോക്കൽ സെക്രട്ടറിമാരായ കാളിയാർ ജോഷി, VJ ജോമോൻ, അമ്പിളി രവികല, കരിമണ്ണൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഷിജോ സെബാസ്റ്റ്യൻ, ജഗദമ്മ വിജയൻ എന്നിവർ സംസാരിച്ചു. തൊടുപുഴയിൽ വാട്ടർ ടാപ്പ് മോഷണം പോയി. തൊടുപുഴ നഗരസഭയിലെ ഉറുമ്പിൽ പാലം അംഗനവാടിയിലെ ടാപ്പാണ് മോഷണം പോയത്. അംഗനവാടിയിലെ അടുക്കള നവീകരിച്ച് പുനർനിർമ്മിച്ചപ്പോൾ കുട്ടികൾക്ക് എത്തുന്ന തരത്തിൽ താഴ്ത്തി സ്ഥാപിച്ച ടാപ്പാണ് ബുധനാഴ്ച രാത്രി മോഷണം പോയത്. എന്നാൽ കോമ്പൗണ്ടിനുള്ളിൽ മറ്റൊന്നും മോഷണം പോയതുമില്ലെന്നും അംഗനവാടി അധ്യാപിക പറഞ്ഞു. ഞങ്ങളിപ്പോൾ ഇന്നലെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ പുതിയതായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇവിടെ കിച്ചൺ പുതിയത് പണിതു. അപ്പോൾ അതിനനുസരിച്ച് പിള്ളേരുടെ പൊക്കത്തിനനുസരിച്ച് പുതിയ 2 ടാപ്പ് അതിൻ്റെ വാഷ് ബേസിനും വെച്ചതാണ്. സ്റ്റീലിൻ്റെ ടാപ്പായിരുന്നു. അപ്പോൾ ഇന്നലെ ഞങ്ങൾ 4:30 ആകാറായി അടച്ചിട്ട് പോകുമ്പോൾ. അതുവരെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം രാവിലെ വന്ന് നോക്കുമ്പോൾ ആ ടാപ്പ് 2 ഇല്ല. അതിൻ്റെ സാധനം തിരിക്കണ സാധനം 2 താഴെ കിടപ്പുണ്ട്.
ആരാ കൊണ്ടുപോയെന്നറിയില്ല. എന്നാൽ ഇവിടെ മറ്റ് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്, അതൊന്നും എടുത്തിട്ടില്ല. ഇവിടെ ഇപ്പൊ വേസ്റ്റ് എടുക്കുന്ന ആൾക്കാരാണ് ഇഷ്ടം പോലെ കാർഡ്ബോർഡ്, വേസ്റ്റ് സാധനങ്ങൾ, കളിപ്പാടം എല്ലാം ഇരിപ്പുണ്ട്. അതൊന്നും എടുത്തുകൊണ്ട് പോയിട്ടില്ല. വേറെ യാതൊന്നും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പോയതായിട്ട്. ഈ ടാപ്പ് മാത്രം ഊരിക്കൊണ്ടുപോയി. അത് ആരാണെന്ന് ഒരു പിടിയില്ല. കൗൺസിലറെ അറിയിച്ചിട്ടുണ്ട്. കേരള സർക്കാർ വ്യവസായ വാണിജ്യ വകുപ്പിന്റെയും കൈത്തറി വസ്ത്ര ഡയറക്ടറിന്റെയും ഇടുക്കി ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും സംയുക്ത നേതൃത്വത്തിൽ കൈത്തറി നെയ്ത്ത് തൊഴിലാളികൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പനംകുട്ടി കൈത്തറി സഹകരണ സംഘത്തിൽ വച്ച് നടത്തിയ മെഡിക്കൽ ക്യാമ്പ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ വ്യവസായ വാണിജ്യ വകുപ്പിന്റെയും കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റിന്റെയും ഇടുക്കി ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും സംയുക്ത നേതൃത്വത്തിൽ അടിമാലി താലൂക്ക് ആശുപത്രിയുടെയും വെള്ളത്തൂവൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും സഹകരണത്തോടെയാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നിരവധിയായ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയാണ് ഈ കൈത്തറി മേഖലയിലെ തൊഴിലാളികൾ കടന്നു പോകുന്നത്. ഇത്തരണത്തിൽ ഇതുപോലുള്ളൊരു മെഡിക്കൽ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചത് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം, ഈ ഗ്രാമത്തിലെ നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയോജനകരമാണ്. കൈത്തറി തൊഴിലാളികൾ പാരമ്പര്യമായ നമ്മുടെ ഒരു സംസ്കാരവും തൊഴിലും എന്ന നിലയിൽ ഇതിനെ പരിപോഷിപ്പിച്ചുകൊണ്ട് ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാവിധ സപ്പോർട്ടും പിന്തുണയും ഈ സ്ഥാപനത്തിന്, പനംകുട്ടി കൈത്തറി സംഘത്തിന് നൽകേണ്ടിയിരിക്കുന്നു. നമുക്കൊരുമിച്ച് ഇതിൻ്റെ നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പനംകുട്ടി കൈത്തറി നെയ്ത്ത് സഹകരണ സംഘം പ്രസിഡന്റ് ടി പി മൽക അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ അജയ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേരി ജോർജ്, ജില്ലാ വ്യവസായ കേന്ദ്രം ഡെപ്യൂട്ടി രജിസ്ട്രാർ ഷിബു ഷൈൻ VC, സഹകരണ ഇൻസ്പെക്ടർ ജയേഷ്, ജൂനിയർ സഹകരണ ഇൻസ്പെക്ടർ ശോഭാമോൾ TA, ഡോക്ടർ അൻഷാദ്, സംഘം വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ, സെക്രട്ടറി സുമി തുടങ്ങിയവർ സംസാരിച്ചു. നെടുങ്കണ്ടം പഞ്ചായത്ത് സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിൽ ആർമി റിക്രൂട്ട്മെന്റ് റാലി ആരംഭിച്ചു. 16-ന് സമാപിക്കും. ആർമി റിക്രൂട്ട്മെന്റ് റാലിയുടെ 2ാം ദിനം 600 ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ 7 ജില്ലകളിലെ ഉദ്യോഗാർത്ഥികളാണ് ആർമി റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുത്തത്. നെടുങ്കണ്ടം പഞ്ചായത്ത് സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിൽ ആർമി റിക്രൂട്ട്മെന്റ് റാലി ആരംഭിച്ചു. 2ാം ദിനം 600 ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു. തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിൽ നിന്ന് ജനറൽ ഡ്യൂട്ടി വിഭാഗം ഉദ്യോഗാർത്ഥികളാണ് കായികക്ഷമതാ പരീക്ഷയ്ക്ക് എത്തിയത്. 16-ന് ആർമി റിക്രൂട്ട്മെന്റ് റാലി സമാപിക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ് ആർമി റിക്രൂട്ട്മെന്റ് റാലി നടത്തുന്നത്. കായികക്ഷമതാ പരീക്ഷയും ശാരീരിക അളവ് പരിശോധനയുമാണ് നടക്കുന്നത്. ഇവയ്ക്ക് പുറമെ സർട്ടിഫിക്കറ്റ് പരിശോധനയും മെഡിക്കൽ പരിശോധനയും റിക്രൂട്ട്മെന്റ് റാലിയുടെ ഭാഗമായി നടത്തുന്നുണ്ട്. 120 ആർമി ഉദ്യോഗസ്ഥർക്കാണ് റിക്രൂട്ട്മെന്റ് റാലിയുടെ നടത്തിപ്പ് ചുമതല. വിവിധ ജില്ലകളിൽ നിന്നും എത്തുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി KSRTC അധിക സർവീസുകൾ നടത്തുന്നുണ്ട്. പഞ്ചായത്ത്, പൊതുമരാമത്ത്, ആരോഗ്യം, പോലീസ് തുടങ്ങി വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് റാലിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായത്. കുടുംബശ്രീയുടെ സഹകരണത്തോടെ നടത്തുന്ന ഭക്ഷണശാലകളിൽ നിന്നും മിതമായ നിരക്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഭക്ഷണം ലഭ്യമാകും. കൂടാതെ നെടുങ്കണ്ടത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മിതമായ നിരക്കിൽ ഭക്ഷണ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് രാമക്കൽമേട്, നെടുങ്കണ്ടം, കട്ടപ്പന എന്നിവിടങ്ങളിലെ സ്വകാര്യ റിസോർട്ടുകളിൽ ന്യായമായ നിരക്കിൽ താമസ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വ്യാജ കേസ് ചുമത്തി ജയിലിലടച്ചെന്ന് പരാതി. തൊടുപുഴ കോലാനി സ്വദേശിയായ രാജൻ തെക്കേലാണ് ആരോപണവുമായി രംഗത്ത് എത്തിയത്. ഭാര്യയ്ക്ക് അവകാശപ്പെട്ട സ്ഥലം കയ്യേറി ഭാര്യ സഹോദരൻ CPM നെയ്ശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറിക്ക് സ്ഥലത്തെ വർഷങ്ങൾ വിറ്റിരുന്നു. ഇതിനെതിരെ പരാതി നൽകിയപ്പോഴാണ് അന്നത്തെ തൊടുപുഴ DYSP മധു ബാബുവും കരിമണ്ണൂർ SI കാഷിമും ചേർന്ന് വാദിയായി തന്നെ പ്രതിയാക്കി ജയിലിലടച്ചെന്ന് രാജൻ പറഞ്ഞു. തൊടുപുഴ കോലാനി സ്വദേശിയായ രാജൻ തെക്കേലിന്റെ ഭാര്യയ്ക്ക് വീതം ലഭിച്ചു കിട്ടിയ ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ പരിയാരം കവലയിലുള്ള 80 സെന്റ് സ്ഥലത്ത് ഭാര്യ സഹോദരൻ അന്യായമായി കടന്നുകയറി CPM നെയ്ശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറിക്ക് വൃക്ഷങ്ങൾ വിറ്റു. ഇതറിഞ്ഞ് രാജൻ തെക്കേൽ കരിമണ്ണൂർ സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ പരാതിക്കാരനായ രാജനെ പ്രതിയാക്കി ചിത്രീകരിക്കുകയാണ് പോലീസ് ചെയ്തത്. പ്രത്യുപകാരമായി CPM ഏരിയ സെക്രട്ടറിക്ക് 10 സെന്റ് സ്ഥലം വ്യാജ പ്രമാണമുണ്ടാക്കി നൽകാമെന്ന് ഭാര്യ സഹോദരൻ പറയുകയും ചെയ്തു. ഇതനുസരിച്ച് പാർട്ടി സ്വാധീനത്തിന് വഴങ്ങി അന്നത്തെ തൊടുപുഴ DYSP മധു ബാബുവും കരിമണ്ണൂർ SI ഹാഷിമും ചേർന്ന് വാദിയായ രാജനെ പ്രതിയാക്കി 5 ദിവസം ജയിലിലടച്ചു. ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ കോട്ടക്കോല റോഡിന് സമീപം പരിയാരം കവലയിൽ എൻ്റെ ഭാര്യയുടെ വീതം ആയി 80 സെന്റ് സ്ഥലം ഭാര്യയുടെ മാതാവ് എഴുതി കൊടുത്തു. 2001 എഴുതി കൊടുത്ത് കരം കെട്ടി പോക്കൂര് ചെയ്ത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് എൻ്റെ ഭാര്യ സഹോദരൻ
CPM-ഉമായിട്ട് ആലോചിച്ച് കൂട്ടുകെട്ടി അതിൻ്റെ അകത്ത് നിന്ന് വൃക്ഷങ്ങൾ വില പറഞ്ഞ് കൊടുത്ത് 30,000 രൂപ അഡ്വാൻസ് മേടിച്ചു എന്ന് പറഞ്ഞ് ഞാൻ അറിയുന്നു. ഞാൻ കരിമണ്ണൂർ പോലീസിൽ സമീപിച്ച് പരാതി കൊടുത്തു. അന്വേഷിച്ച് പരാതി എൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞ അളന്ന് തിരിക്കാൻ നിന്നു. അന്നേരം അളപ്പിച്ചില്ല. പാർട്ടിയിലെ ദേശേരി ബ്രാഞ്ച് സെക്രട്ടറി ബഷീർ എന്ന് പറഞ്ഞ ആൾ പാർട്ടിയും വന്ന് ഞങ്ങളുടെ അളവ് തടസ്സപ്പെടുത്തിയ ശേഷം അന്ന് അളക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് SI പറഞ്ഞു ഞാൻ തടി വെട്ടിയിട്ടുണ്ടെങ്കിൽ കേസെടുക്കുമെന്ന് പറഞ്ഞതിന് ശേഷം ഇവർ ആലോചിച്ച് ഏരിയ സെക്രട്ടറി സുമേഷുമായിട്ട് ആലോചിച്ച് തൊടുപുഴ DYSP മധുബാബുമായിട്ട് ആലോചിച്ച് അവർ 10 സെൻറ്റ് സ്ഥലം പാർട്ടിക്കെന്നും പറഞ്ഞ് ഒരു വ്യാജരേഖയുണ്ടാക്കി അതിൻ്റെ അകത്ത് കയറി തടി വെട്ടി സുമേഷ് വന്ന് നിന്ന് തടി വെട്ടിച്ചു. ഞാൻ ഈ വിവരം അറിഞ്ഞ് ഇവിടുന്ന് ചെന്ന് നേരെ കരിമണ്ണൂർ സ്റ്റേഷനിൽ ചെന്ന് പരാതി എഴുതി കൊടുത്ത് പോലീസുമായിട്ട് ചെന്ന് തടിവെട്ട് നിർത്തിച്ചു കഴിഞ്ഞ് ഉടനെ അവരോട് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. എൻ്റെ രേഖയെ ഞാൻ ഹാജരാക്കി. അവരുടെ രേഖ കണ്ടു. അവർ രണ്ടും പൊരുത്തപ്പെടാതെ വന്നപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന ചാർജ് SI അന്ന് ഉച്ച കഴിഞ്ഞ് അവിടെ കാണില്ല. പറഞ്ഞാൽ അന്ന് സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു. ഈ സെക്കൻഡ് സാറ്റർഡേ ആയതിൻ്റെ പേരിൽ തിങ്കളാഴ്ച സ്റ്റേഷനിൽ വന്ന് തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് എന്നെ 12:30 വരെ ഞാൻ ആ സ്റ്റേഷനിലുണ്ടായിരുന്നു. അവിടുന്ന് ഞാനും ഭാര്യയും കൂടി എൻ്റെ വീട്ടിലേക്ക് പോന്നു. പിന്നീട് ജാമ്യത്തിലിറങ്ങിയ രാജൻ മുഖ്യമന്ത്രിക്ക് മുതൽ പരാതി നൽകുകയും കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുകയും രാജൻ കുറ്റവാളിയല്ലെന്ന് കണ്ടെത്തുകയും ചെയ്തു. എന്നിരുന്നാലും വ്യാജ കേസുണ്ടാക്കി രാജൻ തെക്കേലിനെ ജയിലിലടച്ച ഉദ്യോഗസ്ഥരായ മധുബാബു ആലപ്പുഴ DYSP-ആയും SI ഹാഷിം ശാന്തൻപാറ സ്റ്റേഷനിലും പോലീസ് വേഷധാരികളായി ജോലി ചെയ്യുന്നുവെന്നത് വിചിത്രമാണ്. കരം കെട്ടി പോക്കോരോ ചെയ്ത് ഭാര്യാവീതത്തിലുള്ള 80 സെന്റ് സ്ഥലം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ അളിയൻ്റെ സ്വാധീനത്തിന് വഴങ്ങിക്കൊണ്ട് CPM ഏരിയ സെക്രട്ടറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് പണിയുന്ന 10 സെന്റ് സ്ഥലം നൽകാമെന്ന് വ്യാജ പ്രമാണം ഉണ്ടാക്കി ഈ ഇദ്ദേഹത്തിൻ്റെ വസ്തു കവർന്നെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടന്നത്. അതിന് കൂട്ടുനിൽക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ പോലീസിനെ സ്വാധീനിച്ച് തൊടുപുഴ DYSP ആയിരുന്ന മധുബാബുവും 1.5 ദിവസത്തേക്ക് മുട്ടത്ത് നിന്ന് ചാർജ് SI-ആയി കരിമണ്ണൂരിൽ വന്ന ഹാഷിം എന്ന SI-യും ചേർന്ന് ഈ വ്യക്തിയെ കൗണ്ടർ കേസ് ഉണ്ടാക്കി 5 ദിനം തൊടുപുഴ മുട്ടം ജയിലിലടയ്ക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ഇത് സംബന്ധിച്ച് അദ്ദേഹം പരാതിയുമായി പോവുകയും പരാതി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയും ഇദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് ഋഷിരാജ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിട്ട് ഇത്തരത്തിലുള്ള കേരള പോലീസ് സാധാരണ ജനങ്ങൾക്ക് യാതൊരു നീതിയും ലഭ്യമാക്കിയില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ വിഷയം. അടിയന്തരമായി ഈ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും കേരള പോലീസിൽ നിന്ന് ഡിസ്മസൽ നടത്തി കേരള പോലീസിനെ ശുദ്ധീകരിക്കുന്നതിന് ഉന്നത ഉദ്യോഗസ്ഥന്മാർ നടപടി സ്വീകരിക്കണമെന്ന് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ആവശ്യപ്പെടുകയാണ്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടും സേനയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യമുന്നയിച്ചും പോരാട്ടത്തിന് ഉറച്ചു നിൽക്കുകയാണ് രാജൻ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പറയുന്നലം ഫാമിലി അസോസിയേഷന്റെ 46-ാം കുടുംബ സംഗമം നടത്തി. ഫാദർ ജോസ് പറയുന്നലം ഉദ്ഘാടനം നിർവഹിച്ചു. രാജു ജോൺ അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടന യോഗത്തിന് ശേഷം വിവിധ കായിക പരിപാടികൾ ഉണ്ടായിരുന്നു. നിരവധി വ്യക്തികൾ കുടുംബയോഗത്തിൽ പങ്കെടുത്തു. പുതിയ ഭാരവാഹികളെയും യോഗത്തിൽ തെരഞ്ഞെടുത്തു. കരിമണ്ണൂരിലെ പ്രഥമ കുടുംബ കൂട്ടായ്മയായ പറയുന്നിലം ഫാമിലി അസോസിയേഷന്റെ 46-ാം കുടുംബസംഗമം സമൃദ്ധി ഫാം റിസോർട്ടിൽ രാജു ജോണിന്റെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ചു. കരിമണ്ണൂർ പള്ളിയിൽ ദിവ്യബലിയും ഒപ്പീസും അർപ്പിച്ചുകൊണ്ട് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. ഫാദർ ജോസ് പറയുന്നിലം ഉദ്ഘാടനം നിർവഹിച്ചു. ഇപ്പോൾ ഏറെ തലമുറകൾ 10 തലമുറകൾ തന്നെ പിന്നിട്ടിരിക്കുന്ന നമ്മുടെ കുടുംബയോഗം ആരംഭിച്ചത് 1979-ലാണ്. നമ്മുടെ കുടുംബത്തിലെ ബഹുമാനപ്പെട്ട
ജോർജ് പറയുന്ന അച്ഛൻ്റെ പൗരത്യ സുവർണ ജൂബിലി പ്രമാണിച്ചാണ് ഇത് തുടക്കം കുറിച്ചതെന്ന് നമുക്കറിയാം. അതിനുശേഷം വളരെ കാര്യക്ഷമമായ രീതിയിൽ ഇത് പ്രവർത്തിച്ചു വരികയാണ്. നമ്മൾ ഇപ്പോൾ സമ്മേളിച്ചിരിക്കുന്ന അവസരത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നൽകിയ എല്ലാ കൃപകൾക്കും നന്ദി പറയാം. പരിശുദ്ധ മാതാവ് നമുക്കെന്നും മധ്യസ്ഥയായിരുന്നു. ഇനിയുള്ള വർഷങ്ങൾ നേട്ടങ്ങൾ നിറഞ്ഞതാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. നല്ല ഒരുക്കത്തോടെ തന്നെ 50ാമത്തെ വർഷത്തിലേക്ക് നമുക്ക് ഒരുങ്ങാം. അങ്ങനെ നമ്മുടെ കുടുംബം എല്ലാ തരത്തിലും വലിയ വലിയ കാര്യങ്ങൾക്ക് പ്രാപ്തമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉദ്ഘാടന യോഗത്തിന് ശേഷം വിവിധ കലാകായിക പരിപാടികൾ നടന്നു. സംഘടനയുടെ പുതിയ പ്രസിഡന്റായി കൊച്ചുറാണി ജോസിനെയും വൈസ് പ്രസിഡന്റായി ബിബിൻ ചെറിയാനെയും സെക്രട്ടറിയായി ജോസ് ജോർജിനെയും ട്രഷററായി ജോസഫ് ജോണിനെയും തിരഞ്ഞെടുത്തു. ഫാദർ അഗസ്റ്റിൻ കുന്നിപ്പിള്ളിൽ, അഡ്വക്കേറ്റ് ബിജു പറയനിലം, സിസ്റ്റർ നിർമ്മല, മാസ്റ്റർ ജോൺ ഡിയാഗോ എന്നിവരെ ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു. വിഭവസമൃദ്ധമായ സദ്യയോടുകൂടി സമ്മേളനം പിരിഞ്ഞു. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടത്ത ചൊല്ലി കുഞ്ഞോടെ കുമ്പാണി മാമുണ്ട ചഞ്ചാട്. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടത്ത ചൊല്ലി ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് തയ്യാറാക്കിയ നഴ്സറിയിൽ ഉൽപ്പാദിപ്പിച്ച തെങ്ങിൻ തൈകളുടെയും കമുകിൻ തൈകളുടെയും വിതരണോദ്ഘാടനം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ നിരവധി വ്യക്തികൾ പങ്കെടുത്തു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് തയ്യാറാക്കിയ നഴ്സറിയിൽ ഉൽപ്പാദിപ്പിച്ച 1000-ഓളം തെങ്ങിൻ തൈകളുടെയും
15,000-ഓളം കമുകിൻ തൈകളുടെയും വിതരണ ഉദ്ഘാടനം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾക്ക് കൃഷിക്കാർക്ക് ഏറ്റവും ഗുണമേന്മയുള്ള വിത്തുകളും തൈകളും ആളുകളിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു പദ്ധതിയാണ് ഇന്നിവിടെ നടപ്പാകാൻ പോകുന്ന അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന പദ്ധതി. കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഈ വർഷം കൂടെ കഴിയുമ്പോൾ ഏതാണ്ടൊരു 50,000-ലധികം കവുങ്ങും തൈകൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള കാർഷിക ഗ്രൂപ്പുകൾക്ക് നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തെങ്ങിൻ തൈ നമ്മൾ ആദ്യത്തെ വർഷം 5,000 തൈയാണ് കൊടുത്തത്. ഈ വർഷം തെങ്ങിൻ തൈ നമ്മൾ 1,000 ആക്കി ചുരുക്കി. ഏതായാലും ഇതെല്ലാം നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള കൃഷിക്കാരുടെ കൃഷിഭൂമികളിൽ ഇതെല്ലാം നന്നായി വളരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കശുമാവ് വികസന ഏജൻസിയുമായി യോജിച്ചുകൊണ്ട് നല്ല ഇനം കശുമാവിൻ തൈകൾ, ബഡ് തൈകൾ കഴിഞ്ഞ വർഷം നമ്മൾ 25,000-ഓളം തൈകൾ കഴിഞ്ഞ വർഷം കൊടുത്തു. ഈ വർഷം 3,000 തൈകൾ വിതരണം ചെയ്യുവാനുള്ള ക്രമീകരണം നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നടത്തും. അതിൻ്റെ വിതരണവും ഇതിനിടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകളത് ഏറ്റുവാങ്ങുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃഷിക്കാർക്ക് ഏറ്റവും വില കുറച്ച് നമ്മുടെ യൂണിറ്റ് കോസ്റ്റിൻ്റെ 25% മാത്രമാണ് ഇതിന് വാങ്ങുന്നുള്ളൂ. അതായത് കവുങ്ങ് തൈക്ക് 10 രൂപയും തെങ്ങും തൈക്ക് 30 രൂപയും വാങ്ങിയാണ് കൃഷിക്കാർക്ക് ഇത് കൊടുക്കുന്നത്. കാർഷിക മേഖല ആണ് നമ്മുടെ ഇളദേശം ബ്ലോക്ക് പഞ്ചായത്ത്. ആ പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള മേഖലകളിലുള്ള കൃഷിക്കാർക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുത്തക്ക രീതിയിലുള്ള പദ്ധതികൾ ബ്ലോക്ക് പഞ്ചായത്ത് ആവിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ കവുങ്ങ് തൈയുടെ ഔദ്യോഗികമായ വിതരണം നടത്തിയായിട്ട് അറിയിക്കുന്നു. നമസ്കാരം. ചെയർപേഴ്സൺമാരായ നൈസി ഡെനിൽ, ആൻസി സോജൻ എന്നിവരും ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികളായ KS ജോൺ, ഷൈനി സന്തോഷ്, ടെസിമോൾ മാത്യു, ഡാനിമോൾ വർഗീസ്, BDO അജയ് AJ, ജോയിന്റ് BDO ജ്യോതി എന്നിവരും ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇളന്തേശം. കുന്നംകുളം പോലീസ് മർദ്ദനത്തിനെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാളിയാർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ പ്രതിഷേധ ജനസദസ്സ് നടത്തി. DCC ട്രഷറർ ഇന്ദു സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. വണ്ണപ്പുറം മണ്ഡലം പ്രസിഡന്റ് PU ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ യോഗത്തിൽ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കാളിയാർ പോലീസ് സ്റ്റേഷന് മുൻപിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ ജനസദസ്സ് സംഘടിപ്പിച്ചു. DCC ട്രഷറർ ഇന്ദു സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. വണ്ണപ്പുറം മണ്ഡലം പ്രസിഡന്റ് PU ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. മുള്ളരിങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ജിജോ ജോസഫ് സ്വാഗതം ആശംസിച്ചു. വത്സൻ പിള്ള, UDF വണ്ണപ്പുറം പഞ്ചായത്ത് കൺവീനർ ബേബി വട്ടക്കുന്നിൽ, ജോഷി ഏടാട്ട്, സജി കണ്ണമ്പുഴ, വണ്ണപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA, കോടിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ബാബു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദിവ്യ അനീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK രവി, KM സുരേഷ്, ജോസ് തൊട്ടിയിൽ, KG ശിവൻ, PL ജോസ്, VD ജോസ്, CN വിജയൻ, സത്യദാസ് ജോസഫ്, അഭിലാഷ് ആച്ചക്കോട്ടിൽ, PM ജോർജ്, ജോസഫ് തലക്കൽ എന്നിവർ പ്രസംഗിച്ചു. ജോസ് K പീറ്റർ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. കോടിക്കുളം പാടശേഖര സമിതി നെൽകർഷക സംഗമം നടത്തി. 2ാം സീസൺ നെൽകൃഷി പ്രതിസന്ധികളും പരിഹാരങ്ങളും, തനത് വിത്ത് സംരക്ഷണം, ഇതര വിഷയങ്ങളിൽ ക്ലാസും ചർച്ചയും നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK സുരേഷ് ബാബു സംഗമം ഉദ്ഘാടനം ചെയ്തു. കോടിക്കുളം പാടശേഖര സമിതി നെൽകർഷക സംഗമം നടത്തി. കോടിക്കുളം പാടശേഖര സമിതിയുടെ പ്രവർത്തന പരിധിയിലുള്ള മേവള്ളിപ്പാടം, തലക്കാമ്പുറം, താന്നിമാരി, കൊടുവേലി എന്നീ പാടശേഖരങ്ങളിലെ നിരവധി നെൽകർഷകർ സംഗമത്തിൽ പങ്കെടുത്തു. 2ാം സീസൺ നെൽകൃഷി പ്രതിസന്ധികളും പരിഹാരങ്ങളും, തനത് വിത്ത് സംരക്ഷണം, ഇതര വിഷയങ്ങളിൽ ക്ലാസും ചർച്ചയും നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK സുരേഷ് ബാബു സംഗമം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കോടിക്കുളത്തെ പഞ്ചായത്തിനെ സംബന്ധിച്ച് എല്ലാ കർഷകരും 2 കൃഷി ചെയ്തുകൊണ്ടിരുന്നവരാണ്. കന്നിക്കൃഷിയും മകരകൃഷിയും 2 പ്രാവശ്യം ചെയ്ത് നല്ല രീതിയിൽ വിളവെടുത്തുകൊണ്ടിരുന്നവരാണ്. പക്ഷേ അത് കാലഘട്ടത്തിൻ്റെ മാറ്റം വന്നതുകൊണ്ട് നമ്മളെല്ലാവരും ഓരോ കൃഷിക്കാരായും ഓരോ കൃഷി മകരകൃഷി മാത്രമാക്കി ചുരുക്കിക്കൊണ്ട്, കാരണം നെൽകൃഷി ഗവൺമെൻറ് എന്ത് പറഞ്ഞാലും നെൽകൃഷി നമുക്ക് ലാഭകരമായി കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥയാണ്. കാലാവസ്ഥാ വ്യതിയാനം നമ്മളെ സംബന്ധിച്ച് വളരെയേറെ ചതിച്ചിട്ടുണ്ട്. കാരണം സമയത്ത് കിട്ടുന്ന മഴ കിട്ടുന്നില്ല, അതുപോലെ തന്നെ വെള്ളപ്പൊക്കം അല്ലാത്ത സമയത്ത് വെള്ളപ്പൊക്കം വരുന്നു. ഇതെല്ലാം നെൽകൃഷിയെ വളരെയേറെ ബാധിക്കുന്നു. ടോമി ജേക്കബ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പാടശേഖര സമിതി പ്രസിഡന്റ് KK തോമസ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെർലി റോബി, മെമ്പർമാരായ ഷെർലി ആന്റണി, ഷൈനി സുനിൽ, ഷൈനി ബെന്നി എന്നിവർ ആശംസ നേർന്നു. പാടശേഖര സമിതി വൈസ് പ്രസിഡന്റ് KJ ജോർജ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. 2ാം സീസൺ നെൽകൃഷി, തനത് കൃഷി സംരക്ഷണം, കൂട്ടുകൃഷിയുടെ ആവശ്യകത എന്നീ വിഷയങ്ങളിൽ ചർച്ച നടത്തി.
കോടിക്കുളം കൃഷി ഓഫീസർ ആനന്ദ് വിഷ്ണുപ്രകാശ് വിഷയാവതരണം നടത്തി. ഉടുമ്പന്നൂർ കൃഷി ഓഫീസർ അജിമോൻ കെ കുന്നുംപുറം, കൃഷി അസിസ്റ്റന്റ് സബിത അസീസ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോടിക്കുളം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷനും തൊടുപുഴ നഗരസഭയും DTPCയും സംയുക്തമായി സംഘടിപ്പിച്ച ഓണാഘോഷം സമാപിച്ചു. PJ ജോസഫ് MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴയുടെ വീഥികളിലൂടെ ക്രെയിൻ, ടോറസ്, JCB തുടങ്ങിയ വാഹനങ്ങൾ നിയമം ലംഘിച്ച് അമിത വേഗത്തിൽ പോകുന്നത് കാൽനട യാത്രക്കാർ ഉൾപ്പെടെയുള്ളവരുടെ ജീവന് ഭീഷണിയാകുന്നതായി പരാതി. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദു കേരളയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 14 ബഹുജന സംഗമം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതിൽ ക്രമക്കേട് ആരോപിച്ച് CPM വണ്ണപ്പുറം പഞ്ചായത്തിലേക്ക് ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. നെടുങ്കണ്ടം പഞ്ചായത്ത് സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിൽ ആർമി റിക്രൂട്ട്മെന്റ് റാലി ആരംഭിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.